നമുക്ക് കുനാഫ ഡോ അടിപൊളിയായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുത്താലോ? ഞാൻ ചെയ്ത് അടിപൊളിയായിട്ട് എനിക്ക് കിട്ടി. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അതിന് ഞാൻ എടുത്തിരിക്കുന്ന അര കപ്പ് മൈദയ്ക്ക് 1/4 കപ്പ് കോൺഫ്ലവറും 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ വേണ്ടതെന്താ? നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1/2 കപ്പ് വെള്ളവും. ഇനി കട്ടയില്ലാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സിയിൽ അടിച്ചെടുക്കണ്ട കേട്ടോ. ഈ എന്തെങ്കിലും സ്പൂണോ അങ്ങനെ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ വെച്ച് വിസ്ക് വെച്ചിട്ട് എന്തെങ്കിലും മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ദോശമാവിന്റെ ഒരു കൺസിസ്റ്റൻസി, അത്രയും ലൂസ് ആവണ്ട, പക്ഷെ അത്ര കട്ടിയും ആവണ്ട. ഈ ഒരു ഇതല്ല കേട്ടോ, കുറച്ചും കൂടെ ലൂസ് ആവണം. ഞാനൊരു 1/2 കപ്പ് വെള്ളവും അതിൻ്റെ ഒപ്പം 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇത് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒരു പൈപ്പിംഗ് ബാഗ് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ പാലിൻ്റെ കവറാണെങ്കിലും മതി. ഈ പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി, വലുതായിട്ട് കട്ട് ചെയ്യരുത്. അപ്പം നമ്മുടെ ഈ ചുറ്റിച്ചിരിക്കുന്ന കുനാഫയുടെ ഡോ ഇല്ലേ, കട്ടി കൂടി പോയാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. കനം കൂടി പോകരുത് കേട്ടോ. ഞാൻ റൗണ്ടായിട്ടും ലൈൻസ് ആയിട്ടാണ് കുനാഫ ഡോ റെഡിയാക്കിയിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രിസ്പിനെസ് ആയാൽ മതി. ഒത്തിരി ബ്രൗൺ കളറൊന്നും ആവണ്ട. ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ക്രിസ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ദേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും വിചാരിച്ചതല്ല കേട്ടോ ശരിയാവുന്നു. കാരണം ദേ ഇത് കണ്ടില്ലേ, എനിക്ക് ഇന്നൊരു ഓർഡർ ഉണ്ടായിരുന്നേ. അപ്പോൾ സാധാരണ ഞാൻ ബേക്കേഴ്സിൽ നിന്ന് മേടിക്കാറ്, പക്ഷെ എനിക്ക് കിട്ടിയില്ല. പല സ്ഥലത്തും അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. അപ്പം അങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി കുറേ റെസിപ്പി തപ്പിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. എനിക്ക് സക്സസ് ആയി. അപ്പോൾ ദേ പിസ്താഷ്യോ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്, പിസ്തയുടെ ഒരു മിക്സ്. ഇനി അതും ഈ കുനാഫയുടെ ഡോ ബട്ടറിലൊന്ന് സോട്ട് ചെയ്തിട്ട് നല്ല ക്രിസ്പി ആക്കി എടുക്കുക നമ്മൾ. അരിഞ്ഞിട്ടിട്ട് ഒന്ന് ക്രിസ്പി ആക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അതല്ലെങ്കിൽ ഈ ഡോ അങ്ങനെ തന്നെ ബട്ടറിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ഒന്ന് പൊടിച്ചെടുക്കുകയോ പിന്നെ ഒന്ന് അരിഞ്ഞെടുത്താലും മതി. ഇത് നല്ല കരുകരാന്നായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച പിസ്താഷ്യോ ഇല്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡോ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷോ എന്തും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പക്ഷേ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൂ. പിസ്തയുടെ ഒക്കെ നല്ല ഫ്ലേവർ വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഭയങ്കര, നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന കുനാഫേനേലും ഭയങ്കര ക്രിസ്പിനെസ് ആണ്. അങ്ങനെ നമ്മുടെ ഇത് ഓർഡർ ആണ്. ചോക്ലേറ്റ് കേക്കിന് മേലോട്ടോട്ട് ഫില്ലിങ്ങും നമ്മുടെ സ്പെഷ്യൽ ഫില്ലിംഗ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് കുനാഫ കേക്ക് റെഡി ആയിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണേ.